പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ ബൈബിൾ തുറന്ന് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ പോകുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ആ വാക്യത്തെ ശ്രദ്ധിക്കാനും ആ വാക്യത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ പുറത്തേക്കെടുത്ത് അതിനോട് ബന്ധപ്പെട്ട് ഇന്നത്തെ ചിന്തകൾ ആത്മാവിൽ നയിപ്പാനും കർത്താവിൽ ശരണപ്പെടുന്നു. 13:22 ഞാൻ വായിക്കട്ടെ. നിങ്ങൾ ബൈബിളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ വാക്കാണ് നമ്മളിന്ന് ചിന്തയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി എടുക്കുന്നത്. ലാസ്റ്റ് വാക്ക്, അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആര് സാക്ഷ്യം പറഞ്ഞു? ദൈവമാണ് പറയുന്നത്. ആ വാക്ക് വായിക്കുമ്പോൾ അറിയാം. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് പറയുന്നത് മനുഷ്യനല്ല, എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം സാക്ഷ്യം പറയുകയാണ്, ഇശ്ശായിയുടെ മോൻ ദാവീദ് എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്നൊരു അഭിപ്രായം പറഞ്ഞെന്നല്ല, സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞു. ഇന്ന് ഈ യോഗത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ആയുസ് കൊണ്ട് ഇവിടെ പറഞ്ഞ സാക്ഷ്യം ദൈവം പറഞ്ഞതാണ്. ദൈവത്തെ കൊണ്ടൊരു സാക്ഷ്യം പറയിപ്പിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം വിജയിപ്പിച്ചു. സ്തോത്രം. ലോകക്കാരെന്തും പറയും, നമ്മുടെ വീട്ടുകാരെന്തും പറയും, നമ്മുടെ കൂടെ താമസിക്കുന്നവരെന്തും പറയും. പക്ഷെ ഒരു കാര്യം ഓർത്തു പറയണം, അതിനകത്തൊന്നും ആരും നിരാശപ്പെടരുത്. സ്വർഗസ്ഥനായ ദൈവം ഒരു സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യത്തിനകത്ത് ജയിക്കാൻ കഴിയുമെന്ന് ഇന്ന് പകലിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവമക്കൾ ഓർത്തു പറയണം. ഈ ദാവീദിനെ കുറിച്ച് പലരും പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. സ്വന്തം സഹോദരങ്ങൾ ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, സ്തോത്രം, ഏലാ താഴ്വരയിലേക്ക് ചെല്ലുമ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ഒരല്പം ആടിനെ ഉള്ളത് ആരെ ഏൽപ്പിച്ചിട്ട് വന്നു, നീ പട കാണാൻ വന്നവനാണെന്നൊക്കെ പറഞ്ഞ് പ്രകോപനമുണ്ടാക്കിയപ്പോൾ ഒരുപക്ഷെ അപ്പനും അമ്മയും പോലെ അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. മറ്റു പലരും, ശൗലും കൂട്ടരും മറ്റു പലരും പല പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും തലയിൽ അഭിഷേകം ഒഴിച്ച ദൈവം പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ ഹിതം നിറവേറ്റിക്കോളും. സ്തോത്രം. എനിക്ക് ബോധിച്ച പുരുഷനാണ് എന്ന് സ്വർഗം പറഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും ഏക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മനസ്സ് ഈ വാക്കുമായിട്ട് ചേർന്നിരിക്കണം. നിന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാർ പറയട്ടെ, സ്തോത്രം, നിന്റെ കുടുംബക്കാർ പറയട്ടെ, നിന്റെ മകനെ കുറിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ആരും പറയട്ടെ. പക്ഷെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ, നീ അതിനകത്തൊന്നും വീഴരുത്, നീ അതിനകത്തൊന്നും ഇളകരുത്. നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം സാക്ഷ്യം പറയുന്നവനാണ്. ചില താമസിക്കുന്നേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പാത വിട്ട് മാറാതിരുന്ന ഒരു ദിവസം ശത്രുക്കൾ കേൾക്കെ അവൻ പറയൂ, അവൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്, അവൻ എൻ്റെ മകനാണ്, അവന് സ്തോത്രം എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് സ്വർഗം സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സന്ദേശത്തിന് നിങ്ങളൊരു ഹെഡിങ് ഇടുന്നെങ്കിൽ, തലവാചകം എഴുതുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം: സാക്ഷ്യം കൊണ്ട് ജയിച്ച പലരും ഈ പുസ്തകത്തിനകത്തുണ്ട്. സാക്ഷ്യം കൊണ്ട് ജയിച്ചവർ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും നമുക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. കർത്തൃദാസന്മാരോ ശുശ്രൂഷയുള്ളവരോ പ്രാർത്ഥിക്കുന്നവരോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരുപാട് പേര് ഇന്ന് ഈ ലോകത്തിലുണ്ട്. ഞാനൊക്കെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നത് സത്യത്തിൽ അനേകർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവദാസന്മാർ പലരും നിൽക്കുന്നത് അനേകരുടെ പ്രാർത്ഥന കൊണ്ടാണ്. നിങ്ങളിൽ പലരും നിൽക്കുന്നത് പലരുടെ പ്രാർത്ഥന കൊണ്ട്. ഞാനത് സമ്മതിക്കുന്നു. മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിലും വലുതാണ് സാക്ഷ്യം കൊണ്ട് ജയിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. വേദപുസ്തകത്തിൽ ജയിക്കാൻ പറഞ്ഞിരിക്കുന്ന ജയിച്ചേ പറ്റൂ. അതാണല്ലോ തിരുവെഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത.
അതല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം തീരുമ്പോൾ സഭയോടൊക്കെ പറയുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവസഭയ്ക്കകത്തിരിക്കാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമെന്ന് വിചാരിക്കരുത്. കർത്താവിൻ്റെ ദാസന്മാരുടെ കൂടെ നടക്കാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ പിശാചിനെ ജയിക്കുമെന്ന് വിചാരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം പാഴാക്കാതെ അത് വേണ്ടും വണ്ണം ഉപയോഗിച്ചാൽ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു, ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിച്ചു, ജീവിതത്തിൽ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചും പൊറുക്കേണ്ടതുപോലെ പൊറുത്തും ദൈവത്തിന്റെ കൃപയിൽ പിടിച്ചു നിന്നാൽ അവസാനം നമ്മൾ ജയിച്ചവരായി മാറും. ജയിച്ചവർക്ക് മാത്രമേ കർത്താവായ യേശു 7 സഭകളോട് പറയുമ്പോൾ ജയിച്ചവർക്ക് മാത്രമേ സ്വർഗത്തിൽ എന്തെങ്കിലും കരുതിയിട്ടുള്ളൂ. ജയിച്ചേ പറ്റൂ. ജയിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്ന അനേക വാക്കുകളുണ്ട്. ലോകത്തെ എങ്ങനെ ജയിക്കണം, പിശാചിനെ എങ്ങനെ ജയിക്കണം, ജഡത്തെ എങ്ങനെ ജയിക്കണം. ഞാൻ അങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് പോയാൽ ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം, സ്തോത്രം, ഹല്ലേലൂയ, ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ആ വഴിക്ക് പോയാൽ എൻ്റെ സമയം മുഴുവൻ ആ വിധത്തിൽ, സ്തോത്രം, പോകുമോ എന്നൊരു ഭയം കൊണ്ട് ഇത് ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു വിശ്വാസി ജയിക്കണം, അത് ഏതൊക്കെ കാരണങ്ങളാൽ നമുക്ക് ജയിക്കാൻ പറ്റും എന്നത് നിങ്ങൾ നോട്ട് കുറിക്കുന്നവരും പഠനം ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളൊരു സൈഡിൽ എഴുതി വെച്ചേക്കുക. സ്തോത്രം, വിശ്വാസി ജയിക്കേണ്ടത് ഏതൊക്കെ വിഷയത്തിലാണ്, സ്തോത്രം, അതെങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത് എന്നിട്ട് നിങ്ങൾ തന്നെ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും അറിവുള്ള ദൈവദാസന്മാരോട് ചർച്ച ചെയ്യുകയും ചെയ്യുക. നിശ്ചയമായും അതൊരു ഗംഭീരമായിരിക്കുന്ന വിഷയമായി നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതങ്ങനെ ഇരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഞാൻ തിരുവെഴുത്തിൽ നിന്നൊരു വാക്കോടെ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം, സാക്ഷ്യത്താൽ ജയിക്കാൻ കഴിയുമെന്ന് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ക്ഷണിക്കുന്നു. 12-ാം അധ്യായം 11-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. സ്തോത്രം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആവശ്യമുള്ളത് ഇങ്ങെടുത്താൽ മതിയല്ലോ. സ്തോത്രം. ഈ വാക്യത്തിൽ പറയുന്നു തങ്ങളുടെ സാക്ഷ്യം ഹേതുവായി ജയിച്ചു. ആരാണ്ടേ സാക്ഷിയല്ല, തങ്ങളുടെ എന്ന് പറയുമ്പോൾ ആർക്കാണോ പോരാട്ടം ഉള്ളത് ആ പോരാടി പിശാചിനോടാണ്. ഇവിടെ സ്വർഗത്തിൽ യുദ്ധം നടക്കുന്നതിനെക്കുറിച്ചാണ് 7-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നത്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അത് സംഭവിക്കാതിരിക്കുന്ന കാര്യമാണ്. ആനുകാലികമായിട്ട് ഞാൻ പറയാം. സ്തോത്രം, ഇടയ്ക്ക് ജീവിതത്തിൽ നമ്മൾക്ക് നേരെ തലപൊക്കി ആടുന്ന, പണം വിടർത്തി ആടുന്ന സർപ്പം പോലെ അന്ധകാര ശക്തികൾ നിനക്ക് നേരെ വാ പുളർക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, നിന്നെ വിഴുങ്ങാൻ ഭാവിക്കുമ്പോൾ ജയിക്കണ്ടേ? തോറ്റുകൊടുക്കാൻ പറ്റുമോ? ജയിക്കണ്ടേ? എങ്ങനെ ജയിക്കാൻ പറ്റും? ഹല്ലേലൂയ. വീട്ടിൽ കയറി വരുന്നൊരു പാമ്പിനെ വടിയുണ്ടെങ്കിൽ തല്ലിക്കൊല്ലാം. പക്ഷേ വേദപുസ്തകം പറയുന്ന പഴയ മഹാസർപ്പത്തെ വടി കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല. വെളുത്തുള്ളി ചതച്ചൊഴിച്ചാൽ പോകത്തില്ല. അതിന് ജയിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് നിന്റെ സാക്ഷ്യം ഹേതുവായിട്ട് ജയിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിന് നേരെ പൈശാചിക ശക്തികൾ തലപൊക്കി വരുമ്പോൾ ആരെയും കൂട്ടുപിടിക്കണ്ട. നീ സാക്ഷ്യമുള്ളവനാണെങ്കിൽ, സാക്ഷ്യമുള്ളവളാണെങ്കിൽ, സാക്ഷ്യമുള്ളവരെ പിശാചിന് പേടിയാണെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ എത്ര പേര് സ്തോത്രത്തോടെ പറയൂ? സാത്താന് പേടിയാണ് സാക്ഷ്യമുള്ളവരെ. അപ്പൊ ജയിക്കാൻ സാക്ഷ്യം ഒരു അനിവാര്യ ഘടകമാണ്. സ്തോത്രം, ഹല്ലേലൂയ. സാക്ഷ്യം ജയത്തിന് ഉതകുന്നതാണ്. ഞായറാഴ്ച സഭായത്തിൽ 25 പേര് കൂടുന്നൊരു സഭയ്ക്കകത്ത് 1 മണിയാക്കാൻ വേണ്ടി ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇനി സാക്ഷ്യം പറയാനുള്ള സമയമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ലവനായിരുന്നു വല്ലവനായിരുന്നു പറയുന്ന അല്ല ഈ സാക്ഷ്യം കേട്ടോ. സ്തോത്രം. മറിച്ച് ദൈവസന്നിധി നിൽക്കാനുള്ള പ്രാഗൽഭ്യമാണ് സാക്ഷ്യം. പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയാണ് സാക്ഷ്യം. ഞാൻ ആരാന്നുള്ള ബോധ്യമാണ് സാക്ഷ്യം. നമ്മൾ കാത്തു സൂക്ഷിച്ച വിശുദ്ധിയാണ് സാക്ഷ്യം. ദൈവത്തിങ്കലെ അടിയുറച്ച വിശ്വാസമാണ് സാക്ഷ്യം. ഇടയ്ക്കിടയ്ക്ക് വഴിമാറി പോകുന്നതല്ല സാക്ഷ്യം. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സാക്ഷ്യം. എന്തൊക്കെ നേരിടേണ്ടി വന്നാലും അറിഞ്ഞ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് സാക്ഷ്യം. അങ്ങനെ നിൽക്കുന്നവൻ ഒരുവനുണ്ടെങ്കിൽ അവന്റെ നേരെ വരുവാൻ പിശാചിന് കഴിയത്തില്ല. ആ സാക്ഷ്യത്തിൽ ഉറച്ചു നിന്നാൽ
എന്തൊക്കെ ഈ ഉപവാസത്തിൽ ഇരിക്കുന്നവരോട് പറയാം. ഏറ്റവും അധികം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധ വെക്കേണ്ടത്, കൃപയുള്ളൊരു ദൈവദാസനുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയങ്ങൾ പറയുന്നവരാരെങ്കിലും ഉണ്ടോ? അവരുടെ ഫോൺ നമ്പർ കിട്ടുമോ? ഇതൊന്നും അല്ല വേണ്ടത്. എന്നിട്ട് ആത്മാവിൽ പറയണം, കർത്താവേ, എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മകളെല്ലാം ഈ പ്രാർത്ഥനയിൽ ദൈവം എന്നെ കഴുകിയെടുക്കണം, കർത്താവിൻ്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണം. എന്നിട്ട് എനിക്ക് ചില വിഷയങ്ങളുടെ നടുവിൽ നിൽക്കണം, എൻ്റെ ദേശക്കാരുടെ നടുവിൽ, എൻ്റെ കുടുംബക്കാരുടെ നടുവിൽ. അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഇന്ന് പകരക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ ആത്മനിറവിൽ പറയണം, സാക്ഷ്യം കൊണ്ട് ജയിക്കാൻ കഴിയും. വേറെ ആരും നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇല്ലെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ആ കരമടിക്കുന്ന കൂടെ പറയണം, നാഥ എന്നെ ഒന്ന് സൂക്ഷിച്ചാ മതി, എന്റെ കാലുകൾ ഇടറാതെ സൂക്ഷിച്ചാ മതി, ഞാൻ എന്റെ സാക്ഷ്യം കൊണ്ട് ജയിച്ചോളാം എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്ക. എങ്ങനെ ജയിക്കുമെന്നോർത്ത്, എങ്ങനെ ഈ കടമ്പ കടക്കുമെന്നോർത്ത്, എങ്ങനെ നിന്ന് മാറുമെന്നോർത്ത്, എങ്ങനെ ഭാരം തീരുമെന്നോർത്ത് എന്നും പിശാചിനെ സാത്താനെ കുറ്റം പറഞ്ഞ്, സ്തോത്ര ഹല്ലേലൂയ, പരിഭവം പരാതിയും പറഞ്ഞ് ഒതുങ്ങിയിരിക്കാതെ ഇന്ന് ദൈവസ്ഥലയിൽ പറ, ഞാൻ കർത്താവിൻ്റെ മകനാണ്, അവൻ്റെ ചോരയാണ് എന്നെ നിർത്തിയത്, ആ രക്തത്തിൻ്റെ വിലയാണ് ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടി യേശുവിൻ്റെ പുറകെ വന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചതാണ്, തെരഞ്ഞെടുത്തതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം എൻ്റെ വിഷയത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് ആത്മശക്തിയോടെ, ദൈവകൃപയോടെ, പരിശുദ്ധാത്മ നിറവോടെ ചേർന്ന് സ്വോത്രം ചെയ്തേ ആത്മാവിൽ ഞാൻ പറയാം, നിന്റെ തെരഞ്ഞെടുപ്പിനകത്തൊരു ജയമുണ്ട്, നിന്റെ വിളിക്കകത്തൊരു ജയമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നിന്റെ വിശ്വസ്തതയ്ക്കകത്തൊരു ജയമുണ്ട്. ഞാൻ ആ വാക്യം അവിടെ എടുത്ത് കാണിക്കാൻ കേട്ടോ. വെളിപ്പാട് പുസ്തകം തന്നെ 17-ാം അധ്യായം 14-ാം വാക്യം. സ്തോത്രം. ജയിക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച കുറെ ടിപ്സ് അല്ല പറയുന്നത്, വേദപുസ്തകം പറയുന്ന സത്യമാണ് ഞാനീ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇതാ കേട്ടോ. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാകൊണ്ട്. അടുത്ത വാക്കുകൾ കേട്ടോളേ. കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ആ വാക്കിന്റെ അർത്ഥം എന്താ? കുഞ്ഞാട് നമ്മുടെ കർത്താവാണ്. കർത്താവ് ഇവിടെ പറയുകയാണ്, കർത്താവ് ഒറ്റയ്ക്കല്ല. ഈ വിഷയത്തെ ജയിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും വിശ്വസ്തരുമായി, ഈ 3 കൂട്ടരും കൂടി കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ എതിരെ വരുന്ന ശക്തിയെ ജയിക്കുമെന്ന്. കർത്താവിന് ഒറ്റയ്ക്ക് ജയിക്കാൻ പേടിയുണ്ടായിട്ടോ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്ത കൊണ്ടല്ല, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട എന്നെ കൂടെ ഈ അവസാന ഘട്ട പോരാട്ടത്തിൽ വിളിക്കപ്പെട്ട നിന്നെ കൂടെ വിശ്വസ്തയോടെ കഴിഞ്ഞ 15 കൊല്ലം ദൈവത്തിന് വേണ്ടി നിന്നെ കൂടി കർത്താവ് ക്ഷണിക്കുകയാണ്. ഈ ഉപവാസത്തിന്റെ 8-ാം ദിവസം ബാ, നീ സ്തോത്രം, ബാ, എന്തിനാ വാ, എന്റെ കൂടെ നിൽക്ക്. യേശു പറയുന്നു, കുഞ്ഞാട് പറയുന്നു, നീ വിളിക്കപ്പെട്ടവനാണെങ്കിൽ, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ, എന്റെ മാർഗത്തിൽ വിശ്വസ്തയോടെ നിന്നവനാണെങ്കിൽ എന്റെ കൂടെ വാ. എന്തിനാ? നമുക്ക് ചിലതിനെ ജയിക്കാം. യേശു നിന്നെ വിളിക്കുന്നു, ദൈവത്തിന്റെ കുഞ്ഞാട് നിന്നെ വിളിക്കുന്നു. എന്തിനാ വിളിക്കുന്നത്? എവിടെയെങ്കിലും പോയി തല്ലുകൊണ്ടിട്ട് വരാനല്ല, എവിടെയെങ്കിലും പോയി ചുരുണ്ടുകൂടി കിടക്കാനല്ല. കർത്താവ് ഇന്ന് പകരക്കാല ആ വാക്യം എൻ്റെ കുറിപ്പടിക്കകത്തുണ്ടായിരുന്നതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ വാക്യം ഈ വേദപുസ്തകത്തിനകത്ത് വെളിപ്പാടിലുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അത് തപ്പിയെടുത്ത് പറയുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരെന്നെ കേൾക്കുന്നെങ്കിൽ ചുമ്മാ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നവരവിടെ ഇരിക്കട്ടെ. എനിക്കൊരു തെരഞ്ഞെടുപ്പ്, എനിക്ക് ദൈവവിളിയുണ്ട്. ഞാൻ വിളിച്ച ദൈവത്തോട് ഇന്ന് വരെ വിശ്വസ്തനായി നിന്നിട്ടുണ്ട് എന്ന് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ കർത്താവ് വിളിക്കുന്നു, വാ, എന്റെ കൂടെ വാ, ചില ശക്തികളെ ജയിക്കാം. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ദൈവത്തിന്റെ കൂടെ നിന്ന് ജയിക്കാൻ. കർത്താവേ, ചില വിഷയങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല, എനിക്ക് ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ കഴിയില്ല, പക്ഷേ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ജയിക്കാൻ വേണ്ടി ആര് നിങ്ങളെ വിളിക്കും?
നിങ്ങളൊരു പ്രമാദമായിരിക്കുന്ന വിഷയം വന്നു, നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഇവിടെ നീതിന്യായ വകുപ്പുണ്ട്. കോടതി പോകുമ്പോൾ നിങ്ങളൊരു വക്കീലിനെ കാണുവാണെങ്കിൽ വക്കീൽ ജയിക്കാന്നൊക്കെ മുഖതാവിൽ പറയും, പക്ഷെ ജയിക്കോ ഇല്ലയോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റിയല്ല. സീരിയസ് ആയ രോഗവുമായി ഡോക്ടറെ അടുക്ക ചെല്ലുവാണെങ്കിൽ എത്ര മിടുക്കനാണെങ്കിലും അയാൾ പറയും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നോക്കാം. ചുമ്മാ ചെറുവിരലിന് വേദനയായി ചെല്ലുമ്പോൾ വൈദ്യൻ്റെ അടുക്ക ചെല്ലുമ്പോൾ കേസെടുക്കും പോലെയല്ല ഞാൻ പറയുന്നത്. സീരിയസ് ആയ വിഷയം കൊണ്ട് ചെന്നാൽ ഡോക്ടർ പറയും. അതുകൊണ്ടാണല്ലോ ചില ആശുപത്രി ചെല്ലുമ്പോൾ അവർ പറയില്ലേ, ഇവിടെ എടുക്കുകയല്ല, നേരെ ഇതിന് മേളിലുള്ള ആശുപത്രിയിലേക്ക് പൊക്കോ എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് നിങ്ങളെ ജയത്തിലേക്ക് നയിക്കും. ജയം എന്നുള്ള ഭാഷ ഇന്നത്തെ സന്ദേശത്തിന് വിളിച്ചിട്ട് ഞാൻ പറയുക കേട്ടോ. അവർക്ക് നിങ്ങളെ ഈ വിഷയത്തിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിവില്ല. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പൊക്കോ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് പകലക്കാലം യേശുക്രിസ്തു വിളിക്കുന്നു. ആരെയാണെന്നറിയാമോ? വഴിത്തിരക്കിലിരിക്കുന്നവനെ അല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, വിളിക്കപ്പെട്ടവരെ. കഴിഞ്ഞ 5 കൊല്ലമായി വിശ്വസ്തതയോടെ പല കാര്യം നടന്നിട്ടില്ല, പല പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിട്ടില്ല, പല കാര്യങ്ങളും നിറവേറിയിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നെ ചോദ്യം വരുന്നുണ്ട്, നീ ഇത്രയും പ്രാർത്ഥിച്ചത് വല്ലതും നടന്നോ? ഇതിന്റെ നടുവിൽ പറയുന്നു, ചോദ്യങ്ങൾ ശരം പോലെ വന്നിട്ടും കർത്താവിനെ വിട്ടുമാറാതെ വിശ്വസ്തയോടെ നിന്നവരുണ്ടെങ്കിൽ അവരെ ദൈവം ഈ യോഗത്തിൽ വിളിക്കുന്നു. ഈ ഉപവാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ കൊണ്ടുപോകാം നിന്റെ യുദ്ധമുഖത്തേക്ക്, നിന്റെ പ്രതിയോഗിയുടെ മുമ്പിലേക്ക്. കുഞ്ഞാട് നിന്നെ വിളിക്കുന്നു, വാ നമുക്ക് യുദ്ധം ജയിക്കാം. വിശ്വസ്തരെ, വിളിക്കപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, അവന്റെ കൂടെ നിൽക്ക. സ്വർഗം വിളിക്കുന്നു, നിനക്ക് ഞാൻ ജയം തരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഒരു ഹിസ്റ്റോറിക്കലായി മാർമികമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ അവിശ്വസ്തരായിരുന്നിട്ട് കുഞ്ഞാടിനോട് പരീക്ഷ എഴുതി മാർക്കും മേടിച്ച് പേപ്പർ വീണ്ടി കൊണ്ടുതരാൻ പറഞ്ഞാൽ തരികയില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. നീ അവൻ്റെ കൂടെ നിൽക്കണം. ആ വാക്കൊന്നോടെ വേണേ കേട്ടോ. കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിച്ചു. സ്തോത്രം. ജയിച്ചത് കുഞ്ഞാടാണ്. പക്ഷെ എന്നെ എന്തിനാ കൂടെ നിർത്തിയത്? അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം വിശ്വസ്തനായതുകൊണ്ട്